ലിക്വിഡ് ബാറ്റർ വെച്ചൊരു പറാത്ത ഉണ്ടാക്കിയാലോ? അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മാവ് കോരി ഒഴിച്ചൊരു പറാത്തയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. അധികം നേരം നമുക്ക് സമയമൊന്നും എടുക്കത്തില്ല, റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട. മാവ് പെട്ടെന്ന് തന്നെ നമുക്ക് കലക്കി ചുട്ടുണ്ടാക്കാവുന്നതാണ്. എന്നും ഒരേ രീതിയിൽ കഴിച്ചു മടുക്കുന്നവർക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയും ചെയ്യും. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ? ആദ്യം തന്നെ നമുക്കൊരു സവാള ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. എത്രയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റുമോ അത്രയും ചെറുതായിട്ട് തന്നെ നമ്മൾ സവാള അരിഞ്ഞെടുക്കണം. ഒരെണ്ണം മതി കേട്ടോ. അപ്പോൾ ഒരു സവാള നല്ലതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. അതുപോലെ തന്നെ ഒരു പിടി മല്ലിയില അതും പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. പിന്നെ എടുത്തേക്കുന്ന ഒരു ഉരുളക്കിഴങ്ങാണ്. അത് ഞാൻ നടുകെ മുറിച്ചൊന്ന് പുഴുങ്ങിയ ശേഷം ഇതുപോലെ തൊലി ഇളക്കി കളയുന്നുണ്ട്. പുഴുങ്ങി തന്നെ എടുക്കണം കേട്ടോ. അതിനുശേഷം ഈ പുഴുങ്ങിയെടുത്ത ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതങ്ങനെ ചെയ്യുമ്പം ശകലം പോലും അതിനകത്ത് കഷ്ണങ്ങളായിട്ട് കിടക്കൂല, അങ്ങനെ കിട്ടാൻ വേണ്ടിയാണ്. ഇനി നമുക്കത് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ബൗളിലേക്ക് മാറ്റി കൊടുത്ത ശേഷം ഒരു സ്പൂൺ വെച്ച് നല്ലതുപോലെ ഉടച്ചു കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം ശകലം പോലെ ഒരു കഷ്ണം അതിനകത്ത് കാണാതെ നമുക്ക് നല്ലതുപോലെ ഉടഞ്ഞു കിട്ടും. അതിനുശേഷം നമ്മളതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും മല്ലിയിലയും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യമായിട്ടുള്ള ഉപ്പാണ്. അപ്പോൾ 1/2 സ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ ചില്ലി ഫ്ലെക്സ്, ഇത് ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. സവാളയും ഉരുളക്കിഴങ്ങും എല്ലാം ഒരുപോലെ ആവുന്നത് വരെ മിക്സ് ചെയ്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇതെല്ലാം ഒന്നിച്ച് യോജിച്ച് വരണം, അതുവരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ ഇനി എടുക്കുന്ന ഗോതമ്പ് പൊടിയാണ് കേട്ടോ. അപ്പം ഞാൻ ദാണ്ട് ഇതുപോലെ 2 തവി ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. 2 തവി ഗോതമ്പ് പൊടി എടുത്ത ശേഷം അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കലക്കി എടുക്കണം. ഇപ്പം ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നില്ല, കാരണം നമുക്കിനി ഉപ്പിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഉരുളക്കിഴങ്ങിനകത്ത് ഉപ്പ് ചേർത്തല്ലേ നമ്മളെല്ലാം മിക്സ് ചെയ്തത്. സവാളയെല്ലാം മിക്സ് ചെയ്തപ്പോൾ ഉരുളക്കിഴങ്ങിനകത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിനകത്ത് ഇനി ഉപ്പിൻ്റെ ആവശ്യമില്ല. ഇനി അഥവാ ഇതിട്ട് ചേർത്ത് നമ്മളെല്ലാം ഒന്നിച്ച് കലക്കിയ ശേഷം ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ശകലം ഇട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ ആവശ്യം വരത്തില്ല കേട്ടോ, ഉപ്പ് ഇടേണ്ട വരത്തില്ലേ. അപ്പോൾ അതാണ്ട് ഇനി നല്ലതുപോലെ കട്ടയില്ലാതെ തന്നെ നമുക്ക് ഈ മാവ് കലക്കിയെടുക്കണം. ഇതിലേക്ക് ഞാൻ പ്രത്യേകിച്ച് ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. വെറും പച്ചവെള്ളത്തിനകത്ത് ഞാൻ ഈ ഗോതമ്പ് പൊടി കലക്കിയെടുക്കുക കേട്ടോ. ഇത് നല്ലതുപോലെ കട്ടയില്ലാതെ തന്നെ കലക്കിയെടുത്ത ശേഷം വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടുണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കണം. ഇനി നല്ലതുപോലെ ഇത് ഇട്ട ശേഷം ഇത് കൂട്ടി യോജിപ്പിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അപ്പം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ കലക്കിയ ശേഷം ഒരുപാട് തിക്കാവാനും പാടില്ല, ഒരുപാട് ലൂസാവാനും പാടില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിൽ തന്നെ കറക്റ്റ് നമുക്ക് ഈ മാവ് കിട്ടണം കേട്ടോ. അതിന് ശേഷം ഒരു തവ ചൂടാകുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ചൂടാക്കി എടുക്കണേ. അതിന് ശേഷം നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു തവി മാവ് കോരി ഒഴിച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് പരത്തി കൊടുക്കുകയും വേണ്ട, ഒരുപാട് മാവ് കോരി ഒഴിക്കുകയും ചെയ്യരുത് കേട്ടോ. ഇനി ഒരു സൈഡൊന്ന് ആയ ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്ത ശേഷം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. അതിനുശേഷം നമുക്ക് വീണ്ടും ഒന്നുകൂടെ തിരിച്ചിടാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ എടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പം നെയ്യായാലും കുഴപ്പമില്ല, ബട്ടറായാലും കുഴപ്പമില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കണേ. നമ്മൾ സാധാരണ പറാത്ത ഉണ്ടാക്കുമ്പോൾ മാവ് കുഴച്ച് അതിനകത്ത് ഫില്ലിംഗ് ഒക്കെ വെച്ച് വീണ്ടും പരത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ ഉണ്ടാക്കുന്നതും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കണ്ടോ, നല്ലതുപോലെ പൊങ്ങി വരുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും, നല്ല ടേസ്റ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ബാറ്റർ തയ്യാറാക്കി നിങ്ങളൊന്ന് ഇതുപോലെ ഒന്ന് പറാത്ത ഉണ്ടാക്കി നോക്കണേ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് എന്നും ഗോതമ്പ് ദോശയൊക്കെ കഴിക്കാൻ മടിയുള്ള പിള്ളേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ ഈ കളറ് കാണുമ്പോൾ തന്നെ കഴിക്കും. പിന്നെ ഇതിനകത്ത് നമ്മൾ ഉരുളക്കിഴങ്ങും ഇതെല്ലാം ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ട്. ഫ്ലെയിം കുറച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോവേ. അപ്പോൾ ദാണ്ട ഞാൻ ഒരെണ്ണം ഉണ്ടാക്കിയെടുത്തു, അടുത്തതും കോരി ഒഴിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുഴച്ച് വയ്ക്കാനോ പരത്താനുള്ള സമയമൊന്നും കളയേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റും കേട്ടോ. ചൂടോടെ കൂടെ തന്നെ കറി ഇല്ലെങ്കിൽ നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ദാണ്ട പെട്ടെന്ന് തന്നെ നമ്മുടെ ലിക്വിഡ് ബാറ്റർ പറാത്ത റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ
അപ്പം പലരും വിചാരിക്കുന്നുണ്ടാവും ഇങ്ങനെ കുഴച്ച് പരത്തി ഉണ്ടാക്കുന്നതല്ലേ ടേസ്റ്റ്, ഇങ്ങനെ ഉണ്ടാക്കിയാൽ ടേസ്റ്റ് കാണത്തില്ലല്ലോ. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റാണ്. ചൂടോടെ കൂടെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ നല്ല ടേസ്റ്റ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ അധികം സമയമൊന്നും ഇതിനു വേണ്ടി കളയുന്നില്ല. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഡിന്നറിനാണെങ്കിലും ഇത് നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ. അപ്പോൾ നിങ്ങളൊരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവേ. അപ്പോൾ അതാണ് ഞാൻ ഇതുപോലെ എല്ലാ മാവും കോരി ഒഴിച്ച് ഇതുപോലെ തന്നെ പൊക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ നമുക്കിത് റെഡിയാക്കി കിട്ടുകയും ചെയ്യും, ഒരു പ്രയാസവും ഇല്ല കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പറാത്ത റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ്സ് ഇടാൻ മറക്കരുത്. ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ലിക്വിഡ് ബാറ്റർ പറാത്ത റെഡിയാണ്. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ ഇതുപോലെ തന്നെ ചപ്പാത്തിയും ലിക്വിഡ് ബാറ്റർ വെച്ചുണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം പലരും എനിക്ക് അതിനകത്ത് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടാക്കാൻ പറ്റത്തില്ല, ചുമ്മാ പറയുന്നത്, കള്ളത്തരം പറയുന്നതാണ്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ, ചെയ്ത് നോക്കിയാലല്ലേ നമുക്കറിയാൻ പറ്റുള്ളൂ പറയണത് ശരിയാണെന്ന്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുവേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക്